നമസ്കാരം. ഇത്തവണ രാജ്യം ആഘോഷിച്ച ക്രിസ്തുമസിനെ ഹാപ്പി ക്രിസ്മസ് എന്നാണോ അതോ ഫിയർഫുൾ ക്രിസ്മസ് അഥവാ പേടിയോടെയുള്ള ക്രിസ്മസ് എന്നാണോ വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിലും ഇവിടെ കേരളത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും കാരൽ സംഘങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളും ഭീഷണിപ്പെടുത്തലുകളും നൽകുന്ന സന്ദേശം പുതുവത്സരത്തിലും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വർഗീയ മതസ്പർദ്ധയുടെ അനവധി സംഭവങ്ങളായിരിക്കും എന്നതാണ്. പുതുവത്സരത്തിൻ്റെ ഈ നാളുകളിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് നമുക്ക് എങ്ങനെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടെയും പറയാൻ കഴിയും എന്നുള്ള ചോദ്യവും ഈ നിമിഷങ്ങളിൽ നമ്മിൽ ഓരോരുത്തരിലും ഉയരേണ്ടതുണ്ട്. ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ പൊതുവേയും അതല്ലാത്ത മനുഷ്യർ അവരോട് ചേർന്നും ഒക്കെ സമാധാനപരമായിട്ടും സന്തോഷത്തോടെയും ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്തമായിരുന്നു അവസ്ഥ. വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടികൾ തടഞ്ഞും ഭീഷണിപ്പെടുത്തിയും കാരൽ സംഘങ്ങളെ വരെ ആക്രമിച്ചും സംഘർഷാവസ്ഥയുണ്ടാക്കി സംഘപരിവാർ സംഘടനകൾ. RSSും വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും സാന്നിധ്യം നൽകുന്ന ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് മതങ്ങളോടുള്ള വിദ്വേഷം വെച്ച് പുലർത്തുകയും അത് കഴിയാവുന്ന ഇടത്തൊക്കെ തീവ്രതയോടെ പ്രകടമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ അപരമത വിദ്വേഷം മറ്റെല്ലാ ക്രിസ്മസ് കാലത്തേക്കാളും കൂടുതൽ തീവ്രമായി ഇത്തവണ പ്രകടമാക്കപ്പെട്ടു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ആദ്യ ഭരണത്തിൻ്റെയും തുടർ ഭരണത്തിൻ്റെയും അധികാരത്തണലിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യമെങ്ങും ഹിന്ദുത്വവാദം തഴച്ചു വളരുന്നത് പ്രകടമാണ്. ആദ്യകാലങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിരുന്ന വേട്ടകൾക്ക് ഒരു ഒളിവും മറയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായിട്ട് തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതാണ് തങ്ങളുടെ വോട്ട് ബാങ്കിലെ മൂലധന നിക്ഷേപത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുക എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. ഈ വേട്ടയ്ക്കൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് തന്നെ അകറ്റാനുള്ള ശ്രമവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് പോലെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് വന്ന വാർത്തകൾ എന്തൊക്കെയായിരുന്നു? മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചാപരിമിതിയുള്ള യുവതിയെ BJP നേതാവ് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയുണ്ടായി. രാജസ്ഥാനിൽ കുട്ടികൾ സാന്താക്ലോസിൻ്റെ മുഖം ധരിച്ചു വരുന്നത് അധികൃതർ തന്നെ വിലക്കുകയുണ്ടായി. വർഗീയവാദികളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു ആ വിലക്കൽ. ഡൽഹിയിൽ കാരൽ സംഘത്തെ തന്നെ വിലക്കി. BJP ഭരിക്കുന്ന പലയിടത്തും പ്രാർത്ഥനാ ചടങ്ങുകൾ തടയുകയുണ്ടായി. ക്രിസ്മസിൻ്റെ തലേന്ന് ഛത്തീസ്ഗഡിൽ ബന്ദിന് ആഹ്വാനം ചെയ്തു സംഘപരിവാർ. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി നൽകിയില്ല എന്ന് മാത്രമല്ല, BJP നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി നിർബന്ധമായിട്ടും ആഘോഷിക്കണമെന്നുള്ള വ്യവസ്ഥ വയ്ക്കുകയും ഒക്കെ ചെയ്തു. ആശങ്കാകരമായിട്ടുള്ള ഈ അവസ്ഥയിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾ ഉത്കണ്ഠയും പ്രതിഷേധവും അറിയിച്ചിട്ടും ആവശ്യമായ നടപടികളെടുക്കാൻ മടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ഈ മതസ്പർദ്ധയുടെ വാർത്തകൾ ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറവും പ്രതിഷേധം അറിയിച്ചുവെങ്കിലും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല. ചുരുക്കത്തിൽ സാന്റോക്ലോസിൻ്റെ വേഷം ധരിച്ചും മുഖംമൂടി ധരിച്ചും മെറി ക്രിസ്മസ് നേർന്ന് പഴയ കാലങ്ങളിലെ പോലെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ മനഃപൂർവ്വം ഇത്തവണ സംജാതമാക്കപ്പെട്ടു. ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നടക്കുമ്പോഴും പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളി സന്ദർശിക്കുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രീണന നയവും മറുവശത്ത് അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്ന നയവും എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടുകയാണ്. ഡൽഹിയിൽ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ക്രിസ്ത്യൻ പള്ളിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത്. ഇത്തവണയും പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചു. ഓർക്കുക, നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ ആഘോഷ ദിവസം പൊതുപ്രവേശന പരീക്ഷകൾ നടത്താൻ മന്ത്രാലയത്തിൻ്റെ തീരുമാനമെടുത്ത കാര്യം, പിന്നീട് വലിയ പ്രതിഷേധത്തെ തുടർന്ന് അത് പിൻവലിച്ച കാര്യം. നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, ക്രിസ്തീയ സഭാധ്യക്ഷന്മാരുമായും മറ്റും BJP നേതൃത്വവും കേന്ദ്ര ഭരണാധികാരികളും പുറമേക്ക് നല്ല ബന്ധം പുലർത്തുന്നതായിട്ടാണ് കാണാറുള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെ രാജ്യത്ത് കുറേ നാളായിട്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഫലപ്രദമായിട്ട് തടയാൻ BJPയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടില്ല. മിക്കപ്പോഴും സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക BJP സംഘപരിവാർ നേതൃത്വങ്ങളുടെയും ആശീർവാദത്തോടു കൂടിയാണോ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ള സംശയവും വളരെ കൃത്യമായിട്ട് പ്രബലമായിട്ടുണ്ട്. ഹിന്ദുത്വ ശക്തികൾ രാജ്യത്ത് ക്രൈസ്തവ വേട്ട ശക്തമാക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2014 മുതൽ ആണ് എന്ന് പറയേണ്ടി വരും. അതിനവർ മറയാക്കുന്ന ക്രൈസ്തവ പുരോഹിതർ നടത്തുന്നതായിട്ട് പറയുന്നത് മതപരിവർത്തനമാണ്. ആ ആരോപണവുമായിട്ട് ഏത് പള്ളിയിലേക്കും പ്രാർത്ഥനാ ചടങ്ങിലേക്കും ആഘോഷ ചടങ്ങിലേക്കും അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്താൻ ലൈസൻസ് ഉണ്ട് എന്ന് അവർ തീരുമാനിക്കുകയാണ്.
മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ കള്ളക്കേസുകൾ ചുമത്തുന്നതിനെക്കുറിച്ച് എത്രയെങ്കിലും പുരോഹിതരും കന്യാസ്ത്രീകളും ഇക്കാര്യങ്ങളിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻ സ്വാമിയെ ജയിലിലടച്ചത്, മരണത്തിലേക്ക് തള്ളിയിട്ടത് ഓർക്കുക. വിദേശ മിഷണറിയായിട്ടുള്ള ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊന്നത് ഓർക്കുക. കന്തമലിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചത്, ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മതപരിവർത്തനം ആരോപിച്ച കന്യാസ്ത്രീകളെ ജയിലിലിട്ട മറ്റൊരു സംഭവം കൂടി ഓർമ്മയിലേക്ക് വരികയാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വൈദികനെ കള്ളക്കേസിൽ ജയിലിലടച്ചതും ഈ കഴിഞ്ഞ നാളുകളിലാണ്. അപ്പോൾ മതനിരപേക്ഷതയുടെ സ്വന്തം നാട് എന്നൊക്കെ പറയപ്പെടുന്ന കേരളത്തിലും സമാനമായിട്ടുള്ള വിദ്വേഷ പ്രവണതകൾ നടപ്പാക്കാൻ ചില കേന്ദ്രങ്ങൾ ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള തെളിവാണ് പാലക്കാട്ട് കാരൽ നടത്തിയ കുട്ടികളെ സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ചത്. ആ കുട്ടികളുടെ ബാൻഡും മറ്റും നശിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ടായപ്പോൾ BJPയുടെ ഉന്നതനായ നേതാവ് നടത്തിയ പരാമർശം എന്തായിരുന്നു? ആ കുട്ടികൾ വെള്ളമടിച്ചിരുന്നു എന്നാണ്. കുട്ടികളോട് പോലും വിദ്വേഷം പ്രകടിപ്പിക്കാനുള്ള ഈ തന്ത്രം ആപൽക്കരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരൽ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെ ആ കുട്ടികൾ സ്കൂളിൽ പോകാൻ പോലും ഭയപ്പെടുന്നു എന്ന് അന്ന് രക്ഷിതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവന കുട്ടികളെയും തങ്ങളെയും എല്ലാം വേദനിപ്പിച്ചുവെന്നും അവർ സൂചിപ്പിച്ചു. വാസ്തവത്തിൽ ടീച്ചർമാരും കൂട്ടുകാരും തങ്ങളെ എങ്ങനെ കാണുമെന്ന് ആ കുട്ടികൾ ഭയപ്പെടുന്നു. 6ഉം 7ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുമെന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് പറയുന്നവർ ആലോചിക്കണം. ഇത് ഉത്തർപ്രദേശ് അല്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കണം. സംഘത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ജയദേവൻ, അതേപോലെ തന്നെ അജീഷ്, ജിജു, രാജേഷ് അവരെല്ലാം ഈ കാര്യമാണ് പറയുന്നത്. സംസ്ഥാനത്ത് RSS നടത്തുന്ന സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്നുള്ള തീരുമാനവും അതിനിടെ പുറത്തു വരികയുണ്ടായി. സംഘപരിവാറിന് ശക്തിയുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇത്തരം ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശവും വന്നു. ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരു ഭാഗത്ത്. പക്ഷേ ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ കർശനമായിട്ടുള്ള താക്കീതൊക്കെ നടപ്പാക്കപ്പെട്ടോ എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യവുമല്ല. ഏതായാലും മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ കഴിയാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്ന വിശ്വാസം തകർക്കപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത്. കഴിഞ്ഞ 20-25 വർഷങ്ങൾക്കിടയിൽ പല ഘട്ടങ്ങളിലായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങൾ വിൽക്കാൻ പാടില്ല എന്നും മറ്റുമൊക്കെയുള്ള ചില എതിർപ്പുകൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നിരുന്നുവെങ്കിലും അത് പ്രബലമായിട്ട് പ്രചരിക്കപ്പെടുകയുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ അത് പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങനെ വരട്ടെ, അതിൽ നിന്ന് മുതലെടുക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. വർഗീയ വിദ്വേഷം പരത്താനും തമ്മിലടിപ്പിക്കാനും അത് കണ്ടു നിന്ന് ചോര കുടിക്കാനുമൊക്കെ ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കൂട്ടായിട്ട് ചെറുക്കാനുള്ള ആർജവം ഈ നാടിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, ബക്രീദ് ആകട്ടെ, വിഷു ആകട്ടെ, അതെല്ലാം മലയാളികളുടെ എല്ലാം ഉത്സവങ്ങളാണ്. അവയിൽ വിഷം കലക്കിയിട്ട് മുതലെടുപ്പ് നടത്തുന്നവരെ നമുക്ക് അകറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം മതരഹിതരായും വിശ്വാസരഹിതരായും ശാസ്ത്രബോധത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെയും കൂടിയാണ് ഈ നാട് എന്ന ബോധവും ഭരണഘടനയെ ആധാരമാക്കി മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ നിമിഷങ്ങൾ സൂചിപ്പിക്കാനുള്ളത്.